മാസപ്പടി ഇടപാടിലെ അന്വേഷണം SFIOക്ക് വിട്ടു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസ് അന്വേഷിക്കും. അന്വേഷണ ഉത്തരവ് റിപ്പോർട്ടറിന് ലഭിച്ചു. ശ്രീജിത്ത് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഒരു കേന്ദ്ര ഏജൻസി ഇപ്പോൾ മാസപ്പടി ഇടപാട് അന്വേഷിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ് ഈ കേസിൽ ഉണ്ടാവുന്നത്, ഈ വിവാദത്തിൽ ഉണ്ടാവുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? CMRL എക്സാലോജിക് മാസപ്പടി കേസിലെ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. എക്സാലോജിക് CMRL മാസപ്പടി ഇടപാടിലെ അന്വേഷണം SFIOയ്ക്ക് വിട്ടുകൊണ്ട് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ഉത്തരവാണ് അല്പം മുമ്പ് പുറത്തിറങ്ങിയിരിക്കുന്നത്. സംഘത്തിൽ നേരത്തെ ഈ കർണാടകയിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു. ഈ അന്വേഷണത്തിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും ഈ പുതിയ അന്വേഷണ സംഘത്തിലുണ്ട്. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ അഡീഷണൽ ഡയറക്ടറായ പ്രസാദ് ആദല്ലി, M. അരുൺ പ്രസാദ്, K. പ്രഭു, A. ഗോകുൽനാഥ്, KMS നാരായണൻ, വരുൺ BS തുടങ്ങിയവരാണ് ഈ പുതിയ SFIOയുടെ അന്വേഷണ സംഘത്തിലുള്ളത്. ഇതിൽ വരുൺ അടക്കമുള്ള കർണാടകയിലെ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അടക്കമുള്ള ആളുകൾ നേരത്തെ പ്രഖ്യാപിച്ച കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. അവർ കൂടി ഉൾപ്പെട്ട പുതിയ അന്വേഷണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണത്തിന് അടിസ്ഥാനമായി വരുന്നത് CMRLും എക്സാലോജിക്കും തമ്മിൽ നടന്ന ഇടപാടുകൾ കമ്പനി ആക്ടിന്റെ വിവിധ നിയമങ്ങളുടെ ലംഘനമായിട്ട് പരിധി വരുന്ന കാര്യങ്ങളാണ്. തുടരുക. ഇപ്പോൾ ഈ കേസിലെ ഈ സംഭവത്തിലെ പരാതിക്കാരനായിട്ടുള്ള ഷോൺ ജോർജ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഷോൺ ജോർജ്, SFIO അന്വേഷിക്കുകയാണ്, വിശദമായ രീതിയിലുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. താങ്കളുടെ ആദ്യത്തെ റിയാക്ഷൻ എന്താണ്? വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇതുവരെ എനിക്ക് ഉത്തരവിന്റെ കോപ്പി കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ മാധ്യമങ്ങളിലൂടെ മാത്രമാണ് ഈ വിവരം അറിഞ്ഞത്. എനിക്ക് ഇനി കോപ്പി തരേണ്ടത് എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് 12-ാം തീയതി ഒഫീഷ്യലായിട്ട് കോടതിയിൽ സ്വാഭാവികമായും ഈ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ഈ കോപ്പി കോടതിയിൽ മാത്രമേ സബ്മിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടാൻ താമസിക്കും. എനിക്ക് മാധ്യമങ്ങളിൽ നിന്നുള്ള വിവരമുള്ളൂ. എന്ത് തന്നെയാണെങ്കിലും ഒരു നീതി നടപ്പിലാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ. കാരണം കേരളത്തിലെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് 135 കോടി രൂപ രാഷ്ട്രീയ നേതാക്കൾക്കും പലർക്കുമായി വിതരണം ചെയ്തു എന്ന് ഒരു ജുഡീഷ്യൽ അതോറിറ്റി ബോധ്യപ്പെടുത്തിയ ഒരു കേസിൽ യാതൊരു അന്വേഷണവുമില്ലാതെ അവസാനിപ്പിച്ചെടുത്തുനിന്ന് ഇത് ഇവിടം വരെ കൊണ്ട് എത്തിക്കാനും അതിനൊരു അന്വേഷണം പ്രഖ്യാപിക്കാനും സാധിച്ചു എന്നുള്ളത് ഏറെ അഭിമാനത്തോട് വേണം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനമായി ഞാനിത് കരുതുന്നു. അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ഒരു കാര്യം കൂടി. ഇന്ന് താങ്കളും പിതാവ് ശ്രീ PC ജോർജും കൂടി BJPയിൽ അംഗത്വം എടുത്ത ദിവസമാണ്, അല്ലെങ്കിൽ ജനപക്ഷം സെക്യുലർ BJPയിൽ ലഭിച്ച ദിവസം തന്നെയാണ് ഈ വിധത്തിലൊരു ഉത്തരവ് ഇറങ്ങുന്നത്. അത് തികച്ചും യാദർശികമായി മാത്രം കാണാനാകുമോ? 100%. കാരണം ഞാൻ ഈ പരാതിയായിട്ട് പോയപ്പോൾ 9-ാം മാസമാണ് ഞാൻ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് ഞാൻ ഈ പരാതി നൽകുന്നത്. അന്നെൻ്റെ പാർട്ടി പോലും BJP ആയിട്ടൊരു ചർച്ച പോലും ആരംഭിച്ചിട്ടില്ല. 2023 ഫെബ്രുവരി 9-ാം തീയതി ഡിസംബർ 9-ാം തീയതി നടന്ന സംസ്ഥാന കമ്മിറ്റിയിലാണ് BJPയുടെ ചർച്ച നടത്തുന്ന തീരുമാനം വരെ എടുത്തിട്ടുള്ളത്. അപ്പം അതിനു മുമ്പാണ് ഞാൻ ഈ പരാതി കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല, ഈ വിഷയത്തിൽ ഞാനിന്ന് BJPയുടെ ദേശീയ പ്രസിഡന്റ് ഞാൻ അരമണിക്കൂറോളം അദ്ദേഹത്തോട് വിവിധ കാര്യങ്ങൾ, കേരളത്തിലെ കാർഷിക മേഖലയിൽ ഉൾപ്പെടെ വിവിധ കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചില്ല. കാരണം ഇത് പൂർണ്ണമായും നിയമപരമായി ഞാൻ മുമ്പോട്ട് പോയൊരു കാര്യമാണ്. ഇത് എവിടെ കൊണ്ട് എത്തിക്കാൻ കഴിയുമെന്ന് കേരള സംസ്ഥാനത്തല്ല, ഇന്ത്യൻ ജുഡീഷ്യറിയിൽ എനിക്ക് വിശ്വാസമുള്ളിടത്തോളം കാര്യം ഇതിനകത്ത് പൊളിറ്റിക്കൽ ഇന്റർവെൻഷന്റെ ആവശ്യമില്ല. എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ആരോടും ഇതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഞാനൊരു പിന്തുണ അഭ്യർത്ഥിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഇത് ആരുടെ ആവശ്യമില്ല. ഞാൻ പറയട്ടെ, ഇപ്പൊ നാളെ നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ആയിരിക്കും നാളെ CPM ഡിഫൻസ് എടുക്കാൻ പോകുന്നത്. ഇത് PC ജോർജും മകനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജനപക്ഷ പാർട്ടിയും BJP ലയിച്ചതിന്റെ അതിന്റെ പ്രതിഫലം ഇതൊക്കെ പറയുമായിരിക്കാം. പക്ഷേ എനിക്ക് ബോധ്യമുള്ളൊരു കാര്യം, ഞാനൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ ഈ 12-ാം തീയതി കേസ് കോടതിയിൽ വരുന്നുണ്ട്. അന്ന് ഈ ഉത്തരവ് കോടതിയിൽ വരുമ്പോൾ കോടതി അത് ശരിവെക്കും. കോടതി അത് നിരാകരിക്കില്ലല്ലോ. കോടതി അത് ശരിവെക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത്തരത്തിലൊരു അന്വേഷണം വേണമെന്നുള്ളത് നിയമപരമായ കാര്യമാണ്. ഞാനതിനെ നിയമം പറയുകയാണെങ്കിൽ ROCയുടെ റിപ്പോർട്ട്, എൻ്റെ പരാതിന്മേലുള്ള ROCയുടെ റിപ്പോർട്ട് അനുസരിച്ച് സെക്ഷൻ 447 അനുസരിച്ചുള്ള കുറ്റങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 447 അനുസരിച്ചുള്ള കുറ്റങ്ങൾ ചെയ്താൽ 210 അനുസരിച്ചുള്ള എൻക്വയറി, ഈ 210 അനുസരിച്ചുള്ള SFI എൻക്വയറിക്ക് മാത്രമേ കഴിയുള്ളൂ. ഒരു അഴിമതി കേസ് ഇപ്പൊ കോർപ്പറേറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കമ്പനിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അന്വേഷിക്കുന്നതെങ്കിൽ 210 അനുസരിച്ചുള്ള എൻക്വയറി മതി. പക്ഷെ ഇവിടെ കേരളത്തിൽ 135 കോടി രൂപ കൈക്കൂലിയായി ഒരു കമ്പനി വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരുടെയൊക്കെ കയ്യിൽ ചെന്നിട്ടുണ്ട് എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത ഒരു സർക്കാരിനുണ്ട്. അതാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അതിന്ന് നടപ്പിലായിരിക്കുന്നത് എനിക്ക് വേറെ സന്തോഷമുണ്ട്.
ശ്രീ ഷോൺ ജോർജ്, ഒരു കാര്യം കൂടി, ഇന്നിപ്പോൾ പിണറായി വിജയൻ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നത്. തന്റെ കൈകൾ ശുദ്ധമാണ്, ഭാര്യ വിരമിച്ചപ്പോൾ ലഭിച്ച പണം മാത്രമാണ് മകൾക്ക് കമ്പനി തുടങ്ങാൻ നൽകിയത്. നേരത്തെ ഭാര്യയ്ക്കെതിരെയായിരുന്നു ആരോപണം, ഇപ്പോൾ അത് മകളെക്കുറിച്ചായി എന്നാണ് പിണറായി വിജയൻ നിയമസഭയെ എടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. കമ്പനി തുടങ്ങാൻ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പെൻഷൻ കാശ് അല്ല ഉപയോഗിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? കമ്പനി തുടങ്ങിയതിന് ശേഷം ആ കമ്പനിയിലേക്ക് വന്ന കാശ് ഏതാണ്, എന്താണ്, അതിന്മേൽ അന്വേഷണം വേണമെന്നല്ല ഞാൻ ആവശ്യപ്പെട്ടില്ല. ആ കമ്പനിയിലേക്ക് വന്ന കാശുകൾ ആ കമ്പനി സേവനം കൊടുക്കാതെ പിണറായി വിജയന് വേണ്ടി ആ കമ്പനി കൈപ്പറ്റിയതാണ് എന്ന് അവിടെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിൽ വ്യക്തമായി തന്നെ പേര് പറയാതെ എ പ്രൊമിനന്റ് പേഴ്സൺ റിലേറ്റഡ് ടു ദിസ് കമ്പനി എന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട പ്രൊമിനന്റ് പേഴ്സൺ പിണറായി വിജയൻ അല്ലാതെ വേറെ ആരെയും എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തുകൊണ്ട് അദ്ദേഹം ഈ പ്രസ്താവന നടത്താൻ തയ്യാറായി? ഈ വിഷയം ഗൗരവമാണെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് ഡിഫൻസ് എടുത്തു. സംശയം വേണ്ട, ഇത് ഇത്തരത്തിലുള്ളൊരു ആരോപണം, ഇത്തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കയ്യാമ വെച്ച് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാക്കാതെ എത്രയും പെട്ടെന്ന് ആ സ്ഥാനത്ത് രാജിവെച്ച് കേരള സംസ്ഥാനത്തിന്റെ അഭിമാനം രക്ഷിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, വളരെ നന്ദി ശ്രീ ഷോൺ ജോർജ്. ആദ്യ പ്രതികരണം റിപ്പോർട്ടറിലൂടെ നടത്തിയതിന്. ആർ ശ്രീജിത്ത് തുടരുന്നുണ്ട്. ആർ ശ്രീജിത്ത്, ഇപ്പോൾ വിശദമായ രീതിയിലുള്ള ഒരു ഉത്തരവിൻ്റെ പകർപ്പ് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കമാണ് SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിനായി നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകുമ്പോൾ ഷോൺ ജോർജ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രതിരോധം തികച്ചും CPM-ന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും എന്തായാലും ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഇനി നിയമസഭ ഉൾപ്പെടെ സമ്മേളിച്ചുകൊണ്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് രാഷ്ട്രീയമായി കേരളത്തിൽ സജീവമായി നിൽക്കുക ഇപ്പോൾ ഈ SFI അന്വേഷണം? ബിനിൽ സൂചിപ്പിച്ച പോലെ നേരത്തെ കർണാടകയിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ആരോപണങ്ങൾ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുന്നതാണ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് വിശദമായ അന്വേഷണത്തിന് കൈമാറിയത്. എന്നാൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് അന്വേഷണം കൈമാറുമ്പോൾ തന്നെ ഇതിന്റെ യഥാർത്ഥ നിയമലംഘനങ്ങൾ അന്വേഷിക്കാൻ പര്യാപ്തമായ സംവിധാനം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ SFIO ആണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. ഇത്തരം ആവശ്യവുമായി കേന്ദ്ര സർക്കാരിനും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിനും പരാതികളും ഉണ്ടായിരുന്നു. ഈ പരാതികൾ കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ SFIOയ്ക്ക് ഇതിന്റെ അന്വേഷണം കൈമാറിയിരിക്കുന്നത്. 8 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഇന്നാണ് ഈ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. നേരത്തെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് അന്വേഷണം കൈമാറിയപ്പോൾ തന്നെ CPM എടുത്ത പ്രതിരോധമെന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്ന കാലത്ത് ഇതിലും വലിയ അന്വേഷണങ്ങളൊക്കെ ഉണ്ടാകും, അന്വേഷണം കഴിയട്ടെ, അപ്പോൾ തങ്ങൾ പ്രതികരിക്കാം. രാഷ്ട്രീയ പ്രേരിതമായ ഈ അന്വേഷണത്തെ ആ നിലയ്ക്ക് മാത്രമേ തങ്ങൾ കാണുന്നുള്ളൂ, ഒന്നും തങ്ങൾക്ക് ഭയപ്പെടാനില്ല എന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ ചർച്ചയ്ക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതേ നിലപാട് തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടും ആവർത്തിക്കാൻ സാധ്യത. നിയമസഭാ സമ്മേളനം നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഈ പുതിയ അന്വേഷണ തീരുമാനവും അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതും നിയമസഭയിൽ അടക്കം പരാമർശ വിഷയമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ മകൾക്കും കമ്പനിക്കുമെതിരെ വന്ന ആരോപണത്തെ പറ്റിയുള്ള ഗൗരവതരമായ ചില പ്രതികരണങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായി. നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴാണ് മുഖ്യമന്ത്രി തന്റെ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല, നേരത്തെ ഭാര്യയ്ക്കും എതിരെയായിരുന്നു അനാവശ്യമായ ആരോപണങ്ങൾ, ഇപ്പോൾ മകൾക്കും കമ്പനിക്കും എതിരായിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കണ്ട് ഒരു കുലുക്കവുമില്ലാതെ നിൽക്കുന്നത് തന്റെ കൈകൾ പരിശുദ്ധമായതുകൊണ്ടാണ് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് അവകാശപ്പെട്ടത്. ഒപ്പം തന്നെ ശ്രീജി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഏത് നിമിഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകും. പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും CPM-നെ ആകെ പ്രതിരോധത്തിലാക്കി നിർത്താൻ സാധിക്കുന്ന തരത്തിൽ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ശ്രീജി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ CPM ആ വിധത്തിലൊരു പ്രതിരോധം ഒരുക്കുമ്പോൾ സഭയിൽ വീണ്ടും ഇത് വീണ്ടും ചർച്ചയായി വരാനുള്ള ഒരു സാഹചര്യം വരും ദിവസങ്ങളിൽ വീണ്ടും ഒരു അടിയന്തര പ്രമേയമോ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരു ചർച്ചയായി വരാനുള്ള സാധ്യത നിലനിൽക്കുന്നില്ലേ? ബിനിൽ, തീർച്ചയായും അത്തരമൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഇന്നത്തെ അടിയന്തര പ്രമേയ നോട്ടീസായി റബ്ബർ വിലസുരക്ഷാ ഫണ്ടിന്റെ പ്രശ്നമാണ് പ്രതിപക്ഷം ഉന്നയിച്ചതെങ്കിലും ഇത് ഈ എക്സാലോജിക്കിന്റെ കാര്യത്തിലെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം വിഷയമാക്കാൻ ആലോചിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യം മുൻനിർത്തി റബ്ബർ വിലസുരക്ഷാ ഫണ്ടിന്റെ വിഷയം പരിഗണനയ്ക്ക് എടുക്കുകയാണ് UDF പാർലമെന്ററി പാർട്ടി ചെയ്തത്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി
മുഖ്യമന്ത്രിയുടെ മകൾക്ക് എതിരെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത് അടിയന്തര പ്രമേയം അടക്കമുള്ള കാര്യങ്ങൾക്ക് വിഷയമാവും. പ്രത്യേകിച്ചും ഇന്ന് നിലമ്പൂർ MLA PV അൻവർ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഗുരുതരമായ ചില സാമ്പത്തിക ആരോപണങ്ങൾ സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കലുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന സാഹചര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇനി ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് തയ്യാറാവുകയില്ല എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരം ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള ഇടപെടൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് സഭാതലത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ശ്രീജിത്ത്, ഒപ്പം തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 8 മാസത്തോളം ഈ അന്വേഷണം പൂർത്തിയാക്കുന്നതിന് വേണ്ടി സമയം ഇപ്പോൾ ഈ SFIO ഈ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. എന്തെല്ലാം ഈ KSIDC ഉൾപ്പെടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്ന് പറയുമ്പോൾ ഏതെല്ലാം തലത്തിലേക്കായിരിക്കും ഈ അന്വേഷണം വ്യാപിക്കുക? ബില്ലിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുതന്നെയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കും അവർ മാസപ്പടി ഇടപാട് നടത്തിയ CMR മാത്രമല്ല ഈ അന്വേഷണ പരിധിയിൽ വരുന്നത്. മറിച്ച് സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും ഈ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്. അതായത് ഈ ഇൻവെസ്റ്റിഗേഷൻ നെറ്റ്വർക്കിലേക്ക് KSIDC കൂടി കടന്നു വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണത്തിൽ പ്രാഥമികമായി കമ്പനി നിയമങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് അന്വേഷണം ഏൽപ്പിച്ചത്. ആ അന്വേഷണത്തിന്റെ പരിധിയിലും KSIDC കടന്നു വന്നിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ വീണ്ടും ഈ SFIOയുടെ അന്വേഷണത്തിലേക്കും KSIDC കൂടി വന്നിരിക്കുമ്പോൾ സർക്കാരിലേക്കും കൂടി ഇതിന്റെ അന്വേഷണത്തിന്റെ വല നീളുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സർക്കാർ കൂടി പ്രതിരോധത്തിലാവുന്ന ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി BJP സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ നീക്കമായിട്ടാണ് CPIM കാണുന്നത്. നേരത്തെ ഈ KSIDCയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് പ്രതികരിച്ച നിയമമന്ത്രി P. രാജീവ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണ തീരുമാനം വന്നപ്പോൾ പ്രതികരിച്ചപ്പോഴും ഈ നിലപാടാണ് ഉന്നയിച്ചത്. ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. നേരത്തെ ബിൽ സൂചിപ്പിച്ച പോലെ അന്വേഷണത്തിന് 8 മാസം സമയമെടുക്കുമെന്നാണ്. നേരത്തെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിന് 3 മാസത്തെ സമയപരിധിയാണ് നിശ്ചയിച്ചത്. എന്നാൽ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ SFIOയുടെ അന്വേഷണത്തിന് 8 മാസത്തെ സമയപരിധി അനുവദിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു വിശദമായ അന്വേഷണം, ഇതിന്റെ രേഖകൾ, മറ്റ് കാര്യങ്ങളിലെ വിശദാംശങ്ങൾ, നോട്ടീസ് അയച്ച ആളുകളെ കേൾക്കൽ തുടങ്ങിയ നിരവധി നടപടികൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ദീർഘമായ ഒരു സമയം നൽകിയതെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, R. ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്ത ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. മാസപ്പടി ഇടപാടിലെ അന്വേഷണം SFIOയ്ക്കാണ് വിട്ടിരിക്കുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകണം എന്നാണ് ഇന്നിപ്പോൾ വൈകി പുറത്തു വന്നിരിക്കുന്ന ഈ ഉത്തരവിൽ പറയുന്നത്.